നമുക്ക് അവിടെ കിട്ടിയത്. അപ്പൊ ഇതിന് 4 ബാൻഡ് തന്നിട്ടുണ്ട്, നമുക്ക് അതിന് 4 ബാൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഈക്വലൈസർ അവിടെ 4 ബാൻഡ് തന്നിട്ടുണ്ട്, ഇവിടെ 4 ബാൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഈക്വലൈസർ ഇതിലൊത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ബാൻഡ് ഈക്വലൈസറിന് നമുക്ക് നാരോ ആക്കാം, വലുതാക്കാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ബെൽറ്റ് റെസ്പോൺസ്, അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം നമുക്ക് വേണം ഇത് പൊക്കിയിട്ട് നമുക്കിത് ചെറുതാക്കാം. എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം, നമുക്ക് ഇത്രയും ചെറുതാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിലൊത്ത് വന്നത് എത്ര ഫ്രീക്വൻസി, 3 ഫ്രീക്വൻസിയാണ് ഈ വൈക്ക് ഇപ്പോൾ പോയത്. ഇപ്പം നമുക്ക് കുറച്ചാലും ആ 3 ഫ്രീക്വൻസി കട്ടാവുകയാണ്. അപ്പം നമ്മൾ ഇത് വീതി കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം നമ്മൾ അൺലോഗ് മിക്സറിൽ ഇത്രയും കട്ടാവും. ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ചുരുങ്ങിയത് കട്ടാവും എന്നാണ് പറയുന്നത് അൺലോഗ്. അപ്പം നമുക്ക് ഇതിലൊത്ത് തന്നേക്കുന്നത് ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ വലുതാക്കാം. നമുക്ക് കാണാം ഏതൊരു കൺസോൾ എടുത്ത് വെച്ചാൽ ക്യൂ എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ. അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ബേസ് ലോ മിഡ് ഹൈ. ഇപ്പം അവിടെ 2 കൺട്രോൾ വന്നില്ല. നമുക്ക് ഒരു കൺട്രോൾ സെലക്ട് ചെയ്യാനും ഒരു കൺട്രോൾ വോളിയം കൂട്ടാനും കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് സെലക്ട് ചെയ്യാനുള്ള വോളിയം കൂട്ടാം. നമുക്ക് ഈ കൺട്രോൾ നമുക്ക് ഇത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കൺട്രോളാണ്. ഈ സെലക്ട് ചെയ്യാൻ മാത്രമല്ല അത് ആ കൺട്രോൾ ആക്കുന്നത് അത് ക്യൂ കൂടി തന്നിട്ടുണ്ട്. ഒരു സ്വിച്ച് കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ മറ്റുള്ള കൺസോളിന് ഈ ക്യൂ വേറെ വെച്ചിട്ടുണ്ടാവും. ഈ ക്യൂ ആണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ക്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഈ ഈക്വലൈസറിന് വലിപ്പം കൂട്ടാനും കുറക്കാനുള്ളത് മനസ്സിലാക്കണം. നമുക്ക് ക്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗെയിൻ കൺട്രോൾ, ഇത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും കുറക്കാനുള്ള ഗെയിൻ കൺട്രോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും. DB തന്നെ എഴുതിയിട്ടുണ്ടാവും. അവിടെ ഏത് സാധനത്തിലുള്ള ഈ ഗെയിൻ കൺട്രോളിന് എഴുതിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് നമുക്ക് ഇപ്പം അൺലോഗ് കൺസോളിൽ കണ്ട സാധനം. അതേ സാധനം നമുക്ക് ഇവിടെ തന്നു. എക്സ്ട്രാ എന്ന് പറയുന്നത് ഗേറ്റ് കമ്പസർ. അപ്പോൾ ഗെയിനാണ്. നമുക്ക് ഈ കൺസോളിലേക്ക് വരുമ്പോൾ ഇവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെയിൻ കിട്ടും. ഈ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സോണസിൻ്റെ കൺസോളാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെയിൻ കിട്ടും, പിന്നെ ഇവിടെയും ഗെയിൻ കിട്ടും. ആ കൺട്രോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ 2 കൊടുത്തായിട്ട് നമുക്ക് ഗെയിൻ കിട്ടുന്നത്. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഡിസ്പ്ലേ വരുന്ന എല്ലാ സാധനവും നമുക്ക് ഈ കൺട്രോളിൽ കിട്ടും. ഡിസ്പ്ലേ എന്തൊക്കെ വന്നോ അതൊക്കെ നമുക്ക് ഈ കൺട്രോളിൽ കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിരുന്നത്. ഈ കൺസോളിന് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള കൺസോളിന് ഈ എല്ലാം കൂടി സൈഡിൽ വെച്ചിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈക്വലൈസർ കണ്ട് ചെയ്യാൻ പറ്റും. മറ്റേത് നമുക്ക് ഈക്വലൈസർ കാണാണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി കട്ട് ചെയ്യണം. ഇത് കണ്ട് ഫ്രീക്വൻസി കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനുള്ള പ്രത്യേകത. ഗെയിൻ കൺട്രോൾ എല്ലാം അവർ ഇവിടെ തന്നേക്കണം. നമുക്ക് ഈ ഇതിലൂടെ തന്നെ നമുക്ക് ഇനി ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന സാധനം കേട്ടോ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ തുറയാ. ഞാൻ എൻ്റെ ചാനൽ സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ തുറയാ, ആവശ്യമുള്ളപ്പോൾ പടയാ. അതിനവർ ഒരു അറ്റാക്കും ഒരു റിലീസും കൊടുത്തിട്ടുണ്ട്. എപ്പോൾ അടയണം, പെട്ടെന്ന് അടയണം. നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ഹലോ ഞാൻ ഇതിൽ ലൗഡിൽ പറഞ്ഞാലോ അത് ഓൺ ആവുള്ളൂ. ചെക്ക് 1 2 3 4 ഹേ ഹലോ. അപ്പം അത് എപ്പോൾ കട്ടാവണം, എപ്പോൾ പെട്ടെന്ന് കട്ടാവണം. ചെക്ക് ഹലോ പെട്ടെന്ന് പിടിച്ചതാണ് നമ്മൾ പറയണം. പിടിച്ച് ചെക്ക് ഹലോ അതിൻ്റെ റിലീസ് കൊടുത്തിട്ടുണ്ട്. വരും ചെക്ക് ഹലോ പെട്ടെന്ന് പിടിക്കുക, പെട്ടെന്ന് കട്ട് വിട്ടുകയും ചെയ്തു. ചെക്ക് അതിനാണ് ഇത് കൊടുത്തേക്കുന്നത്. നമുക്ക് അറ്റാക്ക് റിലീസും. ഹലോ ചെക്ക് 1 2 അതിൻ്റെ ഗെയിൻ കൺട്രോളാണ്. നമുക്ക് ഇത് എവിടെ ഈ ത്രെഷോൾഡ് എവിടെ സെറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആവശ്യം കൊടുത്താൽ സെറ്റ് ചെയ്യാം. ചെക്ക് ഹലോ ഇപ്പം പെട്ടെന്നുള്ളൊരു ഔളിംഗ് ഫ്രീക്വൻസി ഒക്കെ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓക്കലിൻ്റെ എത്ര മൈക്ക് അടുത്ത് വരുന്നുണ്ടല്ലോ
അപ്പൊ അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. ഹലോ ചെക്ക് 1 2 ഹേയ് ഹേയ് ഹലോ. ബാക്കിയുള്ള ശബ്ദങ്ങളൊന്നും മൈക്കിൽ കൂടെ കയറി വരാതെ. ഇതൊക്കെ ഡ്രമ്മൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന് ഉപകാരപ്പെടുന്നത്. ഡ്രമ്മൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സാധനം ഇല്ലാണ്ട് അതിൻ്റെ ഒരു മുഴക്കണം ഇങ്ങനെ. അത് ഈ സാധനത്തോടെ നമുക്ക് കട്ട് ചെയ്യണം. ഇടിച്ചിട്ടൊരു സൗണ്ട് വരും. നേരത്തെ പറഞ്ഞില്ലേ അയിമാസം കൂടിയിട്ടാണ് സബിന് ഇത് വരുന്നത്. അതേപോലെ ഇടിച്ചിട്ടൊരു സൗണ്ട് വരും. ഇടിക്കും ബൂം ബൂന്ന്. അത് കട്ട് ചെയ്യണം നമ്മ ഈ ഗേറ്റ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് കമ്പസർ. കമ്പസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ചിൽ കൂടെ പോണ വെള്ളം, ഒരു ഉദാഹരണം, ഒരു 4 ഇഞ്ചിൽ കൂടെ പോണ വെള്ളം നമ്മ കമ്പസർ ചെയ്തിട്ടൊരു 3 ഇഞ്ചിൽ കൂടെ 2 ഇഞ്ചിൽ കൂടെ വിടാനുള്ളതാണ് സാധനം. വരുന്ന സിഗ്നലിനെ പിടിച്ച് ഒരേ ലെവലിൽ വിടാനാണ്. അപ്പോൾ നമ്മ ചേക്ക് 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 ഹേയ് ഹേയ്. അത് ഓവറാകുന്ന വ്യത്യാസം പറഞ്ഞില്ല. ഹലോ ചേക്ക് ചേക്ക് ഹേയ് 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 ഹേയ്. ആ സിഗ്നൽ വന്നതിന് ശേഷം അത് വിടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ മാത്രമേ അത് വിടുള്ളൂ. എല്ലാത്തൊരു സിഗ്നൽ അത് വിടൂല. അതിനും ഇതേപോലത്തെ സാധനം വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അറ്റാക്ക് റിലീസ് ഒരു ഗെയിം കണ്ടുള്ളൂ. അതിനുണ്ട്. നമുക്ക് എക്സ്ട്രാ ഗെയിം വേണമെങ്കിൽ പുറത്തേക്ക് പോണ സിഗ്നൽ ഇത് വിട്ടിട്ട് പുറത്തേക്ക് പോക്കുക. ഒരു എന്താ പറയാ, നമ്മ ഒരു ഇതിൽ കൂടെ കയറി വന്നിട്ട് ഇതിനൊന്ന് ഔട്ട്പുട്ട് പോകില്ലേ, ഈ ഔട്ട്പുട്ട് പോകണടുത്ത് ഗെയിം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി love, love, cheek, love, cheek, love, love, cheek, cheek. അപ്പൊ ഔട്ട്പുട്ട് പോകുന്നത് ഗെയിം വേണോ ചോദിക്കേണ്ടവര്. അപ്പൊ നമുക്ക് വരുന്ന സിഗ്നലിനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് വിടുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് ഈ ഗേറ്റ് കമ്പസർ ലിമിറ്ററാണ് ഈ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ. പിന്നെ നമുക്ക് കുറെ സാധനങ്ങൾ ഇത് കയറ്റാം. ഇത് തന്നെയാണ് കയറ്റണത്. അതിന്റെ കാശ് കൂടിയ സൈസ് സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യിക്കാം. ഇത് വേറെ ഈ കമ്പസർ തന്നെയാണ് വേറെ ടൈപ്പ്. ഇതേപോലെ സാധനമാണ് അവർ വേറെ. ഈ കമ്പസർ തന്നെയാണ്. ഇത് പല മോഡലിലുണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിനകത്ത്. ഇപ്പൊ ചില ആൾക്കാർ ലാപ്ടോപ്പിനൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് ഈ സാധനങ്ങളൊക്കെ നല്ല ഈക്വലൈസർ, വില കൂടിയ ഈക്വലൈസർ ഒക്കെ നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്തുള്ള ഒരു സെറ്റപ്പ്. കൺസോളൊക്കെ രണ്ടും സെയിം തന്നെയാണ്. ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ഭയങ്കര സംഭവമൊന്നുമില്ല. ഈ സാധനങ്ങൾക്കൊക്കെ ഒരു ചാനലിൽ നമുക്ക് എന്താണ് എല്ലാ സാധനവും ഒരു ചാനലിൽ തന്നു. കുറേ കൺട്രോൾ വെക്കാതെ ഒരു ചാനലിൽ തന്നെ എല്ലാത്തിലേക്കും തന്നേക്കുന്നു. അപ്പൊ ഇപ്പൊ ഇത് സെലക്ട് ചെയ്താലും ഈ കൺട്രോളിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏത് ഡിജിറ്റൽ കൺസോളിലായാലും അങ്ങനെ തന്നെയാണ്. ഈക്വലൈസർ ആണോ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഈക്വലൈസറുമ്പോൾ തന്നെയാണ് അതിന്റെ സെലക്ഷൻ വരുന്നത്. ഇപ്പൊ check 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 check. ഇത്തരം സാധനമാണ് നമുക്ക് ആ കൺസോളിൽ തന്ന വിട്ടുന്ന ഡിലേ കൂടുതലെന്ന്, കമ്പസറും ലിമിറ്ററും കൂടുതലെന്ന്. കുറച്ചും കൂടി എളുപ്പം, സാധനങ്ങൾക്ക് കുറച്ച് എളുപ്പം കണ്ട് ചെയ്യാനുള്ള സെറ്റപ്പും കമ്പനി തന്നു. ഇതാണ് അനലോഗ് മിക്സറും ഡിജിറ്റൽ മിക്സറും. നമ്മ അവിടെ കണ്ട അതേ ഈക്വലാണ് ഇവിടെ തന്നേക്കണം. 4 ബാൻഡ് ഈക്വല് നമുക്ക് അവിടെ തന്നത്. അത് തന്നെ ഇവിടെ തന്നു. ഇവിടെ തന്നിട്ട് എന്ത് ചെയ്തവര് എല്ലാത്തിനും ക്യൂ കൊടുത്ത് എവിടെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കട്ട് ചെയ്തോളാം. ഇങ്ങനെ 3 കൺട്രോൾ ആയിക്കോളും മിക്ക കൺസോളിൽ തരുന്നത്. അപ്പൊ ഇത് സെലക്ട് ചെയ്യാനുള്ള കൺട്രോൾ, ഇത് ക്യൂ. ഇങ്ങനെ 3 കൺട്രോള് എവിടെയും തരും, നമുക്ക് സൈഡിൽ തരും. അല്ലെങ്കിൽ ഇതേപോലെ 6 കൺട്രോൾ വരും, 8 കൺട്രോൾ വരും. നമുക്ക് 8 കൺട്രോൾ വന്നിട്ട് അതിൻ്റെ അകത്ത് ഈ സൗണ്ട് ഡ്രാഫ്റ്റിൽ 8 കൺട്രോൾ നമുക്ക് 8 കൺട്രോൾ, 2 ക്യൂ, 8 കൺട്രോളാണ്. 6 ഇതും സൗണ്ട് ഡ്രാഫ്റ്റിൽ ക്യൂ ഇല്ല.
അത് രണ്ടെണ്ണത്തിന് മാത്രമേ ഉള്ളൂ. ഏതിന്? ഈ സെൻറ്ററിൽ നമ്മ GB4 ഉണ്ടില്ലേ, GB4ൻ്റെ അതേ സെറ്റപ്പാണ് സൗണ്ട് ഡ്രാഫ്റ്റിൽ ഡിജിറ്റലിൽ കൊടുത്തേക്കുന്നത്. വേറെ വ്യത്യാസം വന്നിട്ടില്ല. എവിടെ നിന്ന് സൗണ്ട് ഡ്രാഫ്റ്റിൽ കൊടുത്തപ്പോൾ ഇങ്ങനെ കൊടുത്തു, ഹൈ കട്ടാവണമെന്ന്. ഇത് നമുക്ക് അവിടെ കട്ടായില്ലേ, ഇങ്ങനെ കട്ടാവും. കൂടണമെന്ന് ഇങ്ങനെ കൂടും. ചെക്ക്. ഇങ്ങനെയാണ് ഈ ആ കൺസോളിൽ തന്നത് നമുക്ക്. ഏത് GB4 തന്ന, GB4 തന്ന അതേ സാധനമാണ് ഏതിൽ സൗണ്ട് ഡ്രാഫ്റ്റിൻ്റെ എക്സ്പ്രഷനിൽ കൊടുത്തേക്കണവർ. ഈ സൈഡും ഇങ്ങനെ തന്നെ. മറ്റേ സൈഡ് ഇങ്ങനെ കട്ടാവും, ആ സൈഡ് അങ്ങനെ കട്ടാവും. അത് തന്നെയാണ് സൗണ്ട് ഡ്രാഫ്റ്റിൽ കൊടുത്തേക്കുന്നവർ. എന്നുവെച്ചാൽ ആ രണ്ട് കൺട്രോളില്ല നമുക്ക് തന്ന ആ സാധനം സെപ്പറേറ്റ് അവർ തന്നു. എവിടെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കട്ട് ചെയ്യാം. നമുക്ക് ചൂസ് ചെയ്ത് ഇത് എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കൊണ്ടുപോയി കട്ട് ചെയ്യാൻ കൺട്രോൾ വന്നില്ല. അത് തന്നെയാണ് സൗണ്ട് ഡ്രാഫ്റ്റിലെ. ഞാൻ ഈ കൺസോൾ വെച്ചാൽ പറയുന്നത് സൗണ്ട് ഡ്രാഫ്റ്റിലേക്ക് അതിനെ കമ്പയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി ആ കൺസോളിന് സൗണ്ട് ഡ്രാഫ്റ്റിലേക്ക് കമ്പയർ ചെയ്യാനാണ്. സൗണ്ട് ഡ്രാഫ്റ്റ് തന്നേക്കണത് ആ GB4 ആര് ഉപയോഗിക്കുന്നോ അവർക്ക് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് സൗണ്ട് ഡ്രാഫ്റ്റ് കൺസോൾ. അതിനകത്ത് അതിലെന്ത് ഈക്ക് കൊടുത്തോ ആ സാധനം ഇല്ലാതെ വേറൊരു സാധനം ഒരു എക്സ്ട്രാ കൊടുത്തിട്ടില്ല നീക്കുവിന്. ആ സെൻറ്ററിൽ 4 കൺട്രോൾ വന്നില്ല നമുക്ക്. ആ 4 കൺട്രോൾ അവിടെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക്. അതിന് പകരം എന്താ ചെയ്തവര് ഈ 2 സൈഡും സെൽവിങ് ആക്കി. അത് തന്നെയാണ് സൗണ്ട് ഡ്രാഫ്റ്റിൽ ചെയ്തേക്കുന്നത്.